ലെവിൻ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലെവിന് പറയാനുണ്ടോ? ഈ ഘട്ടത്തിൽ നമ്മൾ പോകുന്ന വഴിയിലടക്കം ആംബുലൻസുകൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ള വിവരങ്ങൾ, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. രാവിലെ തന്നെ അവിടെ തൊഴിലാളികൾ ജോലിക്കായി എത്തിയിരുന്നു. പുലർച്ചെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയത്താണ് ഈ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ജോലികളും മറ്റും നടന്നു വരുന്നത്. 40-ലധികം തൊഴിലാളികളാണ്, സ്ത്രീകളും പുരുഷന്മാരും അടക്കം 40-ലധികം തൊഴിലാളികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ തൃശൂർ പൂരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ, വെടിക്കെട്ടിനായുള്ള മുന്നൊരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. കർശന നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ലൈസൻസുകളും നിശ്ചയിച്ചിട്ടുള്ള വെടി മരുന്നുകളും അടക്കം അല്ലെങ്കിൽ കെമിക്കലുകളും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വെടിക്കോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നത്. പക്ഷേ വെടിമരുന്നാണ്. എത്ര നിയമാനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും അപകടങ്ങൾക്കുള്ള സാധ്യത അത് ഒട്ടും കുറവില്ല. മാത്രമല്ല, ഏത് നിലയിലാണ്, കത്തുന്ന വെയിലും ചൂടും നമുക്കറിയാം. കനത്ത വെയിലും ചൂടുമാണ് ഈ ഘട്ടത്തിൽ ഈ കേരളത്തിലെമ്പാടുമുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. അവിടെ അപകടത്തിന് ഇടയാക്കുന്നത് ഏത് സാഹചര്യമാണ് എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു തരത്തിലും അവിടെ ഒരു തീപ്പൊരി പടർന്ന് പിടിച്ചുകൊണ്ടുള്ള ഒരു അപകടത്തിന് സാധ്യതയില്ല. മറുവശത്ത് തന്നെ ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്പാർക്കോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കത്തുന്ന വെയിലുണ്ട്. ആ വെയിലടക്കമുള്ള ഘടകങ്ങൾ വെടിക്കെട്ട് അപകടത്തിന് ഒരുപക്ഷെ കാരണമായേക്കാം. എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ പരിശോധന തന്നെ വേണ്ടി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കുക ലഭ്യമല്ല. നിലവിലെ സാഹചര്യത്തിൽ പോലീസും ഫയർഫോഴ്സും അടക്കം ഈ സംവിധാനങ്ങൾ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ജോലികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും എത്ര പേർക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇവിടെ വലിയ തോതിലുള്ള വെടിമരുന്ന് ശേഖരമുണ്ട്, പടക്കങ്ങളുണ്ട്, തയ്യാറാക്കിയതും പാതി വഴിയിലെത്തിയതുമായ വെടിക്കോപ്പുകളുണ്ട്. അതൊക്കെ നിർവീര്യമാക്കുകയോ അല്ലെങ്കിൽ അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യേണ്ടത് ഉണ്ട്. ഇത്തരം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത്തരമൊരു സാഹചര്യം എന്താണ് അവിടെ സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രാഥമിക പരിഗണന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. നേരത്തെ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് സംസാരിച്ച തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ദേവസ്വം ഭാരവാഹികളും മറ്റും നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇനിയും ഒരു എളുപ്പത്തിൽ കണ്ടെത്തുക വ്യക്തമല്ല. കാരണം ഈ തൊഴിലാളികൾ മാത്രമാണ് ഈ പാടശേഖരത്തിന് നടുവിലുള്ള ഈ ഒരു 7 ഷെഡോളമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ഷെഡുകൾക്ക് സമീപത്ത് ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഓരോ തരത്തിലുള്ള ജോലികൾ, അതായത് വെടി മരുന്ന് നിർമ്മിക്കുന്നതും അനുബന്ധമായിട്ടുള്ള സാമഗ്രികൾ നിർമ്മിക്കുന്നതും അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് അപകടമുണ്ടായി, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികളുമായി വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് വിവിധ സംവിധാനങ്ങൾ. രജിഷ. ശരി ലെവിൻ, തൃശ്ശൂരിലാണ് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനമുണ്ടായത്. തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് ഈ ഒരു സ്ഫോടനമുണ്ടായിരിക്കുന്നത്. 40ഓളം പേർക്ക് പരിക്കുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. അവിടെ നിന്നുമുള്ള ദൃശ്യമടക്കമാണ് നമ്മൾ കാണുന്നത്. ആംബുലൻസുകൾ അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ 4 ആംബുലൻസുകൾ വിന്യസിച്ചിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഇവരെ മാറ്റുന്നത് എന്നതടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് ലഭ്യമാകുന്നത്. തൃശ്ശൂർ മുണ്ടത്തിക്കോടാണ് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത്. ഈ സ്ഫോടനം അല്ലെങ്കിൽ ഈ ഒരു അപകടം എത്രമാത്രം വ്യാപ്തി ഉള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വിശദീകരണം, ഇനിയും കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആസിഫ് മുഹമ്മദ് കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആസിഫ്, നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള വെടിക്കെട്ട്
വെടിക്കെട്ട് സാമഗ്രികൾ എല്ലാം അവിടെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വെടിക്കെട്ട് സാമഗ്രികളുടെ ഒരുക്കങ്ങളുടെ തിരക്കിൽ തന്നെയാകും അവിടെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് അവിടെ പ്രവൃത്തികളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉറപ്പുവരുത്തിയാണ് ഈ തൃശ്ശൂർ പൂരത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ ക്രമീകരിക്കുന്നതും പുരോഗമിക്കുന്നതും. അവിടെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്ഫോടനത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ്, എത്ര പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് എന്താണ് വിവരം ലഭ്യമാകുന്നത്? ആസിഫ്. സ്വാതി, നിലവിൽ 40 പേർക്ക് പരിക്കേറ്റുള്ളതാണ് വിവരം. ഇത് തന്നെ 108 ആംബുലൻസ് സർവീസ് നടത്തുന്നത്. അവിടെ നിന്ന് പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. അവർ ഔദ്യോഗികമായുള്ള ഒരു എണ്ണമോ സ്ഥിരീകരണ കണക്കുകളോ പരിക്കേറ്റവരെ സംബന്ധിച്ച് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. അവിടെ പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോയ ആംബുലൻസ് സർവീസിലെ ആളുകളടക്കം നൽകിയ വിവരപ്രകാരമാണ് 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അത് ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന കാലത്ത് തയ്യാറാക്കുകയും പിന്നീട് തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ടുള്ള വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കാലങ്ങളായി ചെയ്തു വരുന്നത്. അവിടെ വെടിക്കോപ്പ് ഉപകരണങ്ങൾ അടക്കം കൊണ്ടുവന്ന് അങ്ങനെ ഈ ഉപകരണങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. നിരവധി വെടിപ്പുരകൾ ഈ സമയത്ത് ഇവിടെ താൽക്കാലികമായി തയ്യാറാക്കും. അത് അതീവ സുരക്ഷയിൽ തന്നെയാണ് സാധാരണഗതിയിൽ ഇവിടെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. നമ്മൾ മാധ്യമങ്ങളടക്കം അവിടെ പോയി ഈ സാമഗ്രികളുടെ നിർമ്മാണം അടക്കമുള്ളവ ഷൂട്ട് ചെയ്യാറുള്ളതാണ്. ആ സമയത്ത് നമ്മളെ പോലും കൃത്യമായി പരിശോധിച്ച് ഏതെങ്കിലും കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ കയ്യിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് അവിടെ ഷൂട്ടിങ്ങിന് പോലും അനുമതി നൽകുന്ന ഒരു സാഹചര്യമുള്ളത്. ആ ഒരു പ്രദേശത്താണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. കാരണം വലിയ വേനൽ കടുത്തു നിൽക്കുന്ന സമയമാണ്, പാടശേഖരങ്ങളുടെ ഇടയ്ക്കുള്ള പ്രദേശമാണ്. അങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ കൂടി നിലവിലുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ സ്പാർക്കോ മറ്റോ ഉണ്ടായാൽ പോലും അത് സ്ഫോടനത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് എന്തായാലും പുറത്തു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് ഈ പ്രദേശവാസികൾ ദൂരെ നിന്ന് നോക്കിയപ്പോൾ തന്നെ ഈ പാടത്തിന് നടുവിലായി ഇങ്ങനെ പടക്കങ്ങൾ കൂട്ടമായി പൊട്ടുന്ന ശബ്ദം കേൾക്കുകയും വലിയ രീതിയിൽ പുക ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് നാട്ടുകാരടക്കം ഓടിക്കൂട്ടുകയും അവിടെ നിന്ന് പ്രദേശവാസികൾ ആംബുലൻസ് സർവീസിലും പോലീസിലും വിവരം അറിയിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ കൂടുതൽ ആംബുലൻസുകൾ പ്രദേശത്തേക്ക് എത്തുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും കാലങ്ങളായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. താൽക്കാലികമായുള്ള വെടിക്കെട്ട് പുരകൾ തയ്യാറാക്കും. അതും ഓരോ വെടിക്കെട്ട് പുരയും നിശ്ചിതമായ അകലം സ്ഥാപിച്ചാണ് തയ്യാറാക്കാറുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യത ഉണ്ടായാൽ പോലും അത് കൂടുതൽ വലിയ നാശനഷ്ടത്തിലേക്ക് പോകാതിരിക്കാനോ മറ്റോ ഉള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായാണ് കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് സാമഗ്രികൾ തയ്യാറാക്കുന്നു. ഓരോ സാമഗ്രികളും തയ്യാറാക്കാനും അതിന്റെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ തിരുവമ്പാടി ദേവസ്വമാണെങ്കിലും പാറമേക്കാവാണെങ്കിലും ചുമതലപ്പെടുത്താറുള്ളത്. അങ്ങനെ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശത്താണ് എന്തായാലും അവിചാരിതമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ആദ്യഘട്ടത്തിൽ നമുക്ക് അതിന്റെ ചില ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം വലിയ രീതിയിൽ പുകയുന്ന ഒരു സാഹചര്യമുണ്ട്. പാടശേഖരത്തിന്റെ നടുക്ക് ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയണം. അങ്ങനെ വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം അല്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അവിടെയുള്ള ചില കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങൾ പോലും താൽക്കാലികമായും മറ്റും ഇങ്ങനെ ഈ വെടിക്കെട്ട് ഉപകരണങ്ങൾ എത്തിച്ച് അവിടെ സൂക്ഷിച്ച് നിർമ്മിക്കാൻ വേണ്ടി ഈ ഒരു കാലയളവിൽ മാത്രം ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പാടശേഖരങ്ങളുടെ നടുവിലായിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ ഒരു പ്രദേശത്താണ് എന്തായാലും ഇത്തരത്തിലൊരു വെടിക്കെട്ട് പുര ഒരുക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് എന്തായാലും ഔചാരിതമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. വലിയ സുരക്ഷയിൽ മാത്രം നടക്കുന്ന ഒരു വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മാണമാണ് എന്ന് നമുക്ക് ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ വെച്ച് പറയാനും കഴിയുക. പക്ഷെ അവിടെ എന്ത് സാഹചര്യമാണ് ഈ ഒരു അപകടത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളത് വ്യക്തമല്ല.
മാത്രമല്ല അത് കാലാവസ്ഥ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് നമുക്കറിയാം. അങ്ങനെ കടുത്ത ചൂട് നിലനിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായ ഒരു സ്പാർക്കാണോ ഈ ഒരു അപകടത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളത് അതിൽ കൂടുതൽ വ്യക്തത നമുക്ക് ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ 40ഓളം ആളുകൾക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്നു അത് ഔദ്യോഗികമായി സർക്കാരോ മറ്റോ സ്ഥിരീകരിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു കണക്കല്ല. അവിടെ നിന്ന് ആളുകളെ പരിക്കേറ്റ ആളുകളെ മാറ്റിയതായി പറയുന്ന ആംബുലൻസ് 108 ആംബുലൻസ് ശരി സർവീസ് ആസിഫ്, നടത്തുന്ന എന്തായാലും വെടിക്കെട്ടുപുരയിൽ സ്ഫോടനമുണ്ടായി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് തൃശൂർ മുണ്ടത്തിക്കോടാണ് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരം വരുന്നത്. പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. 40-ലധികം ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ് ഈ ഒരു സമയത്ത് ലഭ്യമാകുന്നത്.